ഹലോ ഫ്രണ്ട്സ്, മുഖ്യമന്ത്രി ഒരു സ്ത്രീലമ്പടൻ എന്ന് പറഞ്ഞിട്ടുള്ള പരാമർശം വളരെ മോശമായി എന്നാണ് കേരള പൊതുസമൂഹം വിലയിരുത്തുന്നത്. സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിലിരിക്കുന്ന ഒരാൾ, എല്ലാ മോശത്തരത്തിൻ്റെയും മൂർത്തിമഭാവമായിട്ടുള്ള ഒരാൾ, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു എന്നതാണ് ജനങ്ങളുടെ ഗതികേട്. സ്ത്രീലമ്പടൻ എന്നുള്ള പരാമർശം പറയുന്നതിന് മുന്നേ മുഖ്യമന്ത്രിയുടെ ഭാഗം ഒരിക്കലും ചിന്തിച്ചു നോക്കിയിട്ടില്ല. 6 പരാതികളുള്ള പി ശശിയുടെ 2 പ്രധാനപ്പെട്ട ലൈംഗിക വൈകൃതമാണ് CPM പാർട്ടിയിലെ MLA മകളെ കയറി പിടിച്ചതും DYFI ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ഒരാളുടെ ഭാര്യയെ കടന്നുപിടിച്ചതും. ഈ സ്ത്രീലമ്പടനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്നത്. പിന്നെ കൊല്ലം MLA M മുകേഷ്, പിണറായിയുടെ പോലീസ് തന്നെയാണ് കുറ്റപത്രം നൽകിയത്. പിന്നെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന KB ഗണേഷ് കുമാർ. സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടിയുണ്ട് എന്നാണ് CBI രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ വനം മന്ത്രി AK ശശീന്ദ്രൻ, അദ്ദേഹത്തെക്കുറിച്ചും കൂടുതലൊന്നും പറയണ്ടല്ലോ. പിന്നെ കേരള ബാങ്ക് ചെയർമാൻ, പാർട്ടി ഓഫീസിലെ ഒരു പാർട്ടി നേതാവുമായിട്ടുള്ള ലൈംഗിക വൈകൃതം. ഇദ്ദേഹം ഇപ്പോൾ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിലെ അംഗമാണ്. അവസാനം വന്നത് PT കുഞ്ഞുമുഹമ്മദ്. അദ്ദേഹത്തിനെതിരെ പരാതി ലഭിച്ചിട്ടും FIR ഇട്ടത് വളരെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അത് പാർട്ടിയുടെ മേന്മ. പാർട്ടിയിലുണ്ടാകുന്ന ലൈംഗിക വൈകൃതങ്ങൾ എല്ലാം സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പാതയായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നത്. ഈ പറഞ്ഞ ആളുകളൊന്നും സ്ത്രീലമ്പടന്മാരല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് സ്ത്രീലമ്പടന്മാർ?